സസ്നേഹം. മൺമറഞ്ഞു പോയ പ്രമുഖരെ പ്രിയപ്പെട്ടവർ ഓർമ്മിക്കുന്ന പരിപാടി. സഹ്യനേക്കാൾ തലപ്പൊക്കവും നിളയേക്കാൾ ആർദ്രതയുമുള്ളൊരാൾ. കാൽപ്പനിക ഭാവനകളെ തന്റെ കവിതകളിൽ സന്നിവേശിപ്പിച്ച് അനുവാചകർക്ക് ആസ്വാദനത്തിന്റെ നവ്യാനുഭൂതി പകർന്നു നൽകിയ കവി പി. കുഞ്ഞിരാമൻ നായർ. കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയ കളിയച്ചൻ, കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയ താമരത്തോണി തുടങ്ങി 35-ലേറെ കവിതാ സമാഹാരങ്ങളും കവിയുടെ കാൽപ്പാടുകൾ, നിത്യകന്യകയെ തേടി, എന്നെ തിരയുന്ന ഞാൻ തുടങ്ങിയ ആത്മകഥകളും എഴുതി പി. കുഞ്ഞിരാമൻ നായർ. മൗനശില്പം കളിക്കോപ്പു പൊതുക്കുകെന്നാനന്ദ ഹേമന്ത സന്ധ്യകൾ ചൊൽകിലും വിണ്ടലമേറിയ താരകൾ നിൻ കളി വീണ്ടുമരങ്ങേറുകെന്നറിയിക്കിലും. പ്രകൃതിയുടെ സൗന്ദര്യവും ഗ്രാമീണതയുടെ നൈർമല്യവും പ്രണയത്തിന്റെ തീവ്രതയും നിറഞ്ഞുനിന്ന കവിതകൾ മലയാള സാഹിത്യത്തിന് സമ്മാനിച്ച പി. കുഞ്ഞിരാമൻ നായരെക്കുറിച്ചുള്ള ഓർമ്മകൾ ഫഹദ് റാസയുമായി പങ്കുവയ്ക്കുന്നു കൊച്ചുമകൾ ജയശ്രീ വടയക്കളം. സാഹിത്യത്തെ സ്നേഹിക്കുന്ന ആളുകൾക്ക് പി. കുഞ്ഞിരാമൻ നായർ കാൽപ്പനിക ഭാവങ്ങളെ ഉണർത്തിയ ഒട്ടേറെ കവിതകൾ സമ്മാനിച്ച നിത്യസഞ്ചാരിയായ ഒരു മഹാകവിയാണ്. താങ്കളെ സംബന്ധിച്ച് മുത്തശ്ശനെക്കുറിച്ചുള്ള ഓർമ്മകൾ, കൂടെ ജീവിച്ച ഓർമ്മകൾ, അദ്ദേഹത്തെക്കുറിച്ച് കേട്ടറിഞ്ഞ അറിവുകൾ, ഇതൊക്കെ ഉണ്ടാവുമല്ലോ. അതെന്തൊക്കെയാണ്? പി. കുഞ്ഞിരാമൻ നായരുടെ മൂത്ത മകളായ ലീല ടീച്ചറുടെ മകൾ ആണ് ഞാൻ. എനിക്ക് ഏറ്റവും കൂടുതലുള്ളത് അമ്മമ്മ പറഞ്ഞ അറിവും പിന്നെ അമ്മയിൽ നിന്ന് കിട്ടിയതും പിന്നെ എനിക്ക് സ്വന്തമായിട്ട് മുത്തശ്ശന്റെ കൂടെ ഉണ്ടായിരുന്ന അനുഭവങ്ങളും. മുത്തശ്ശൻ വീട്ടിൽ വരാറുണ്ടായിരുന്നു, കാഞ്ഞങ്ങാട് വെള്ളിക്കൊത്ത വീട്ടിൽ. ഞാനും അനിയന്മാരും ഒക്കെ കുട്ടികളായിരുന്നു. 10-17 വയസ്സ് വരെ ഇടക്ക് വന്നും പോയും എനിക്കറിയാം മുത്തശ്ശനെ. ആ ഒരു സമയത്ത് തന്നെ അദ്ദേഹം ഒരു കവി എന്ന രീതിയിൽ വളരെ പ്രസിദ്ധനായിരുന്നല്ലോ, അല്ലേ? പിന്നെ തീർച്ചയായിട്ടും മുത്തശ്ശനും അമ്മമ്മയും കല്യാണം കഴിഞ്ഞ് പിന്നെ ഒന്നിച്ചുണ്ടായിരുന്നത് പാലക്കാടും കണ്ണൂരുള്ള കൂടാളി, പിന്നെ കാഞ്ഞങ്ങാട്ട് വീട്ടിലായിരുന്നു പിന്നെ ഉണ്ടായിരുന്നു കുറെ കാലം. അദ്ദേഹം ജനിച്ചു വളർന്ന സ്ഥലം കാഞ്ഞങ്ങാടായിരുന്നു, അല്ലേ? കാഞ്ഞങ്ങാട്. പഠനമൊക്കെ അവിടെ തന്നെയായിരുന്നു. പട്ടാമ്പി സംസ്കൃത കോളേജിൽ ആയിരുന്നല്ലോ അവർ പഠിച്ചിരുന്നത്, മുത്തശ്ശനും അമ്മമ്മയും. അവര് പ്രണയത്തിലായിരുന്നല്ലോ. കല്യാണം കഴിഞ്ഞ് പിന്നെ പാലക്കാട് ആയിരുന്നു താമസം. പാലക്കാട് കുഞ്ഞമ്മാവനും ഉണ്ടായിരുന്നു, അമ്മമ്മയുടെ കുഞ്ഞമ്മാവനും കൂടെ ഉണ്ടായിരുന്നു. എന്റെ അമ്മയെ ലീല പ്രസവിച്ചത് അവിടുത്തെ ഹോസ്പിറ്റലിലായിരുന്നു, പാലക്കാട്. അപ്പൊ പ്രസവം എടുക്കാറായപ്പോ പൊന്മളയിലെ അമ്മയുടെ തറവാട്ടിൽ ചെന്നിട്ട് മുത്തശ്ശൻ അമ്മമ്മയുടെ അമ്മയെ കൂട്ടിക്കൊണ്ടുവന്നു. പ്രസവ വേദന തുടങ്ങിയപ്പോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് മുത്തശ്ശനായിരുന്നു. ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട്, ആദ്യത്തെ കുഞ്ഞിനെ കവി കണ്ടിട്ടേ ഇല്ലെന്ന്. മുത്തശ്ശൻ കൂടെ തന്നെ ഉണ്ടായിരുന്നു എന്ന് തിരുത്താൻ കൂടി വേണ്ടിയാണ് ഇത് പറഞ്ഞത്. കൂടാളിയിൽ താമസിക്കുന്ന സമയത്ത് ആണല്ലോ ഇവർക്ക് കൂടുതൽ അറിയുന്നത് മുത്തശ്ശന്റെ എഴുത്തൊക്കെ. മുത്തശ്ശന്റെ കാലത്ത് ഒരു ജീരകവും മല്ലിയും വറുത്ത് പൊടിച്ചൊരു കാപ്പി 4 മണിക്ക്. അത് കഴിഞ്ഞാൽ പിന്നെ രാവിലെ ഊണാണ് പതിവ്. ഊണ് കഴിച്ചിട്ട് സ്കൂളിൽ പോവുക. ഞായറാഴ്ച മാത്രം കാപ്പിയും പലഹാരം ഉണ്ടാവും. എപ്പോ ഊണ് വേണമെങ്കിലും ഒരു 3-4 കറികൾ ഉണ്ടാവും. അതോ തൊടിയിൽ നിന്ന് കിട്ടുന്ന തന്നെ എടുത്തിട്ട കറികൾ ഉണ്ടാക്കുക. അവര് വാടകക്കായി താമസിച്ചിരുന്നത് കൂടാളിയില്. വീട്ടുടമയ്ക്ക് വലിയ ഇഷ്ട കവിമാഷയും ലക്ഷ്മിയെടുത്തി. അപ്പൊ പറമ്പിലെ എല്ലാ സാധനങ്ങളും എടുക്കാനുള്ള സ്വാതന്ത്ര്യം, അത് ആ മുത്തശ്ശനോടുള്ള സ്നേഹമാണ്. അമ്മമ്മി അങ്ങനെ, അവർക്ക് അമ്മയെ പോലെ തന്നെ സ്നേഹമാണ്. എല്ലാവരും പറയും അവിടെ കൂടാളിയിലുള്ളവര് പ്ലേറ്റ് ഊണ് കഴിക്കില്ല മുത്തശ്ശൻ, ഇല നിർബന്ധം. അവന് അവിടെ ഇഷ്ടംപോലെ വാഴയുണ്ട്, അതുകൊണ്ട് പിന്നെ അതൊന്നും വിഷയമല്ല. ഊണ് കഴിഞ്ഞാലും മധുരം വേണം. നെയ്പായസാണ് സാധാരണ പതിവ്. അതില്ലെങ്കിൽ ഒരു കഷ്ണം ശർക്കരെങ്കിലും വേണം. ഷുഗർ വന്നപ്പോ നിർത്തിയതാ ശീലം. അത്ര വരെ ഉണ്ടായിരുന്നത്. ഭക്ഷണത്തിനോട് വലിയ താല്പര്യമാണ്. അത് ഞാൻ പറയുമ്പോഴേ മനസ്സിലാവുള്ളൂ എന്താ താല്പര്യം. ഇതുപോലെ തന്നെയാണ് കുളി കേട്ടോ. കാരണം ഓല കെട്ടി മറിച്ച് ഒരു കുളിമുറി പണ്ടൊക്കെ അങ്ങനെയാണല്ലോ. തോർത്തും ഒക്കെ ഉണ്ടാവും അവിടെ. എന്നാലും തലയും ദേഹവും തോർത്താതെ ഈറനോടെ അങ്ങ് തന്നെ കേറിപ്പോവും മച്ചിലേക്ക്. ഈ ഊണും കുളിയും ഒക്കെ എഴുത്തൊന്നും ഇല്ലെങ്കിൽ മാത്രമാണ് കേട്ടോ. എഴുതാണ്ടിരുന്നാ പിന്നെ കുളിയില്ല, ഊണില്ല, ഉറക്കമില്ല. ചിലപ്പോ 2-3 ദിവസം ഇത് തുടരും. അവിടുന്ന് ശബ്ദം കേൾക്കും. അമ്മ അത്ര വലിയ കുട്ടിയല്ലല്ലോ, അപ്പൊ പേടിയാവും. മോളിന്ന് ഒച്ച കേൾക്കും എന്ന് പറയും. എന്താ വെച്ചാല് മച്ചിൽ അങ്ങും ഇങ്ങും നടന്നോണ്ട് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ നാരായണ ഇതൊക്കെ ഒച്ചത്തിൽ ജപിക്കുന്നത് കേൾക്കാം മുത്തശ്ശൻ. എന്നിട്ട് എഴുത്ത് മുറിയുടെ
വാതിലില് ശക്തിയായിട്ട് തലയിടിക്കും. എഴുതാനുള്ള സാധനം കിട്ടുന്നില്ല, വരാത്തത് കൊണ്ടുള്ള അതുകൊണ്ടുള്ള ആ അസ്വസ്ഥതകളാണ്. ദീർഘനിശ്വാസം, ഇതൊക്കെ താഴേക്ക് കേൾക്കാൻ നമ്മച്ചില മുറിയുന്നു. അമ്മക്ക് പേടിയാവും ഈ ഒച്ചയൊക്കെ കേൾക്കുമ്പോ. ഈ എന്താന്ന് അറിയാണ്ട് അമ്മ ആദ്യമൊക്കെ നല്ല പേടിയായിരുന്നു അത്ര അമ്മയ്ക്ക്. അപ്പൊ പറഞ്ഞു, മോളെ അത് ഈ എഴുത്ത് വരാനുള്ളതാണ്, അത് വാഗ്ദേവത പ്രസാദിച്ചാലല്ലേ അത് അച്ഛന് വരുള്ളൂ. ശാന്തമായിട്ട് അമ്മമ്മ പറഞ്ഞു കൊടുക്കും. അമ്മമ്മ വളരെ കാമൻ ക്വയറ്റാണ്. അപ്പൊ അതൊന്ന് കിട്ടാൻ വേണ്ടിയിട്ടുള്ളതാ, അത് കിട്ടുമ്പോ ശരിയാവും. അപ്പൊ അമ്മ സമാധാനിക്കും. കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്ക് മുറിയിലെ ഒച്ചയും ബഹളം ഒക്കെ കുറയും. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം എഴുത്ത് വന്നിട്ടുണ്ട്, കവിത കിട്ടിയിട്ടുണ്ട് എന്ന്. പിന്നെ എല്ലാം പഴയ പോലെ, പഴയ അച്ഛനായി എന്ന് പറയും അമ്മ. പൂനിലാവൊളിയാം കാട്ടുപൂഞ്ചോലച്ചാർത്തിനപ്പുറം തിങ്ങി നിൽക്കും മഹാരണ്യ ഗോപുരങ്ങൾക്കുമപ്പുറം പൊൻതാഴികക്കുടം ചൂടി നിൽക്കുന്നു ദേവപൂജതൻ വാദ്യഘോഷം മുഴങ്ങുന്ന വെളിച്ചത്തിൻ്റെ അമ്പലം. കേഴുന്നു മോചനം കാത്തു തോടിനുള്ളിലിളങ്കിളി തിമിരം കീറുവാനെന്തു വഴിയെന്നോർത്തു കോരകം. കൂരിരുട്ടിൻ തോടു കൊത്തിയുടയ്ക്കാൻ അനുകമ്പയാൽ വിൺമരത്തിൽ പറന്നേറി മെല്ലെക്കാല്യവിഹംഗമം. പി കുഞ്ഞിരാമൻ നായർ എന്ന കവിയോടും അദ്ദേഹത്തിന്റെ കവിതകളോടുമുള്ള പ്രണയത്തിൽ നിന്നും ആറ്റൂർ രവിവർമ്മ രചിച്ച വിഖ്യാതമായ കവിതയാണ് മേഘരൂപൻ. കളിയച്ചൻ എന്ന കവിതയെ അടിസ്ഥാനമാക്കി അതേ പേരിലും കവിയുടെ ജീവിതത്തെ ആധാരമാക്കി ഇവൻ മേഘരൂപൻ എന്ന പേരിലും മലയാളത്തിൽ ചലച്ചിത്രങ്ങളുണ്ടായി. പി എന്ന കവിയെ ഒരു ജനത നെഞ്ചിലേറ്റിയതിന് സാക്ഷ്യങ്ങളായി ഇവ നിലകൊള്ളുന്നു. അദ്ദേഹത്തിന്റെ മൂത്തമകൾ, താങ്കളുടെ അമ്മ ലീല അമ്മാൾ, അവര് അച്ഛനെ കുറിച്ച് ഓർമ്മിച്ച് എഴുതിയ ഒരു പുസ്തകമുണ്ട്. അപ്പൊ അതില് ഒരു ഓർമ്മ പറയുന്നുണ്ട്, അച്ഛനും മകളും, അതായത് ലീല അമ്മാളും പി കുഞ്ഞിരാമൻ നായരും ഒരേ സ്കൂളിൽ അധ്യാപകരായിട്ട് ജോലി ചെയ്തിട്ടുണ്ട് എന്ന്. അതെ അതെ, അതേക്കുറിച്ച് അമ്മ പറഞ്ഞിട്ടുള്ളത് എന്താണ്? കൂടാളി ഹൈസ്കൂൾ മലയാളം മനുഷ്യയായി ജോലി ചെയ്തിരുന്ന കാലത്താണ് മുത്തശ്ശനും അമ്മമ്മയും മക്കളും ഒക്കെ അവിടെ ഉണ്ടായിരുന്നത്. 10-11 വർഷത്തോളം ഉണ്ടായിരുന്നു അവരവിടെ. അമ്മ ഇടക്കിടക്കെ പറയും, അടുക്കും ചിട്ടയുള്ള കൂടാളി ജീവിതം അച്ഛൻ ഏറെ ആസ്വദിച്ചിരുന്നു എന്ന്. മുത്തശ്ശൻ ജോലി ചെയ്തിരുന്ന കണ്ണൂരിലെ കൂടാളി ഹൈസ്കൂളിലെ UP വിഭാഗത്തിൽ താൽക്കാലിക ഒഴിവിലാണ് അമ്മ ചേർന്നത്. അച്ഛനും മകളും രാവിലെ ഒന്നിച്ചിറങ്ങും. പാടവരമ്പത്തൂടെ ലേശം നടക്കാനുണ്ട്. നടത്തത്തിനിടയിൽ പശുക്കളെയോ കൂട്ടത്തോടെ പറക്കുന്ന പക്ഷികളെയോ ഒക്കെ കണ്ട മുത്തശ്ശൻ അവിടെ തന്നെ നിന്നുപോകും. അമ്മ മുത്തശ്ശനെയും കടന്ന് നടത്തം തുടരും. കാരണം സ്കൂളിൽ എത്താൻ നേരം വൈകിയാൽ മുത്തശ്ശന് കിട്ടുന്ന പരിഗണനയൊന്നും അമ്മയ്ക്ക് കിട്ടൂല. ഒരിക്കൽ മുത്തശ്ശൻ അമ്മമ്മയോട് പറയുന്നത് അമ്മ കേട്ടു. എന്താ വെച്ചാല്, ഇവളുടെ ക്ലാസ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടാവുന്നുണ്ട് ലക്ഷ്മി എന്ന്. അമ്മയ്ക്ക് ഭയങ്കര സന്തോഷവും അഭിമാനവും ഒക്കെ തോന്നിയ നിമിഷം അതെന്ന് പറയും അമ്മ എപ്പോഴും. കൂടാളി സ്കൂളിൽ ക്രാഫ്റ്റ് മാഷ് ദീർഘാവധി എടുത്ത് പോയിട്ടുണ്ടായിരുന്നു ഒരു തവണ. അപ്പൊ അമ്മ അവിടെ ഉണ്ട്. ആ പീരീഡ് കൈകാര്യം ചെയ്യേണ്ടത് ഡ്യൂട്ടി അമ്മയ്ക്ക് കിട്ടി. അമ്മ പറയുന്നത് അത് അച്ഛൻ അറിയാമായിരുന്നു എന്ന്. അമ്മ പെട്ടെന്ന് അങ്ങനെ കേട്ടപ്പോ ടെൻഷനോടെ വീട്ടിലെത്തി അമ്മമ്മയോട് വിവരം പറഞ്ഞു. അമ്മമ്മ മുത്തശ്ശനോടും പറഞ്ഞു. അപ്പോ അതൊക്കെ അവൾക്ക് ചെയ്യാൻ പറ്റും എന്നാണ് അത്ര മുത്തശ്ശൻ പറഞ്ഞത്. അപ്പൊ ഈ കോൺഫിഡൻസ് തീരെ ഇല്ലാതിരുന്ന മകൾക്ക് ഇതിനേക്കാളും വലിയൊരു മോട്ടിവേഷൻ എന്താ വേണ്ടത്? ഇപ്പോഴും കടയിൽ നിന്ന് സാധനങ്ങൾ കൊണ്ടുവരുന്ന കവറൊക്കെ ഉപയോഗിച്ച് പൂക്കൾ ഉണ്ടാക്കാൻ നല്ല ഉത്സാഹമാണ് അമ്മയ്ക്ക്. 94 വയസ്സായി, ഒരു കണ്ണിന് കാഴ്ചയില്ല, എന്നാലും അമ്മയ്ക്ക് അത് വലിയ ഇഷ്ടം ഇപ്പോഴും. അച്ഛന്റെ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടല്ലോ പണ്ടല്ലേ? അതെ അതെ, അതൊരു വല്ലാത്തൊരു ആത്മവിശ്വാസം, അംഗീകാരം കൂടിയാണല്ലോ. തൊഴിലെന്ന രീതിയിൽ അദ്ദേഹം പ്രധാനമായിട്ടും അധ്യാപകൻ തന്നെ ആയിരുന്നു അല്ലേ? അതെ അതെ. അതേസമയം തന്നെ അദ്ദേഹം അധ്യാപകന ജോലിക്ക് പുറമെ ഒരു പ്രസ് ആരംഭിച്ചിരുന്നില്ലേ? അത് കണ്ണൂർ നവജീവൻ എന്നൊരു പ്രസ്സാ. അതെ. ബ്രിട്ടീഷ് ഗവൺമെന്റിനെതിരായിട്ടുള്ള ലേഖനങ്ങളും ഇതൊക്കെ പ്രസിദ്ധീ, അത് അങ്ങനെ ഞാൻ മനസ്സിലാക്കിയത്. അത് പൂട്ടിച്ചു. അദ്ദേഹത്തിന്റെ കൂടെ വീട്ടിൽ താമസിച്ച ഒരു കാലത്ത് മുത്തശ്ശന്റെ വരവും നിങ്ങൾ തമ്മിലുള്ള ഒരു സംഭാഷണമൊക്കെ എങ്ങനെയാണ് ഓർക്കുന്നത്? കാഞ്ഞങ്ങാട് വീട്ടിലേക്കാണ് വരാറ്. അമ്മമ്മയുടെ കട്ടിലിന്റെ തൊട്ടടുത്തിരുന്ന് കൈകൾ തടവിക്കൊണ്ടാ സംസാരിക്കുക അമ്മമ്മയോട്. ഞങ്ങള് കുട്ടികള് അമ്മമ്മയുടെ അടുത്തിരുന്ന് സംസാരിക്കുമ്പോൾ ഞാനും അനിയന്മാരും ആദ്യമൊക്കെ ദൂരെ മാറി നിൽക്കും. പക്ഷെ അപ്പോഴൊക്കെ മുത്തശ്ശൻ ഞങ്ങളെ അടുത്ത് വിളിച്ച് ചേർത്ത് പിടിച്ചുകൊണ്ട് അമ്മമ്മയുമായി സംസാരം തുടരും. ആ ചേർത്ത് പിടിക്കലിൽ നിന്ന് ഒരിക്കലും വിട്ടുപോകരുതെന്ന് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യും. കാരണം ആ ചേർത്ത് പിടിക്കൽ നിറയെ വാത്സല്യമായിരുന്നു. വല്ലപ്പോഴും കിട്ടുന്ന
കൽക്കണ്ടോ കപ്പലണ്ടി മിഠായിയോ ഒക്കെ ഉണ്ടല്ലോ, അതിനേക്കാളൊക്കെ എനിക്ക് ഏറ്റവും പ്രിയമായിരുന്നു അത്. കുഞ്ഞുനാള് മുതൽ ഞാനത് ഇഷ്ടപ്പെടുന്നതാ. പിന്നെ പിന്നെ എനിക്ക് തോന്നിയത് സ്വന്തം മക്കളോട് പ്രകടിപ്പിക്കാനാവാതെ പോയ സ്നേഹം. പ്രകടിപ്പിക്കാനാവാതെ പോയതൊന്നും ഞാൻ സ്ട്രെസ് ചെയ്യുന്ന എന്തിനാ വെച്ചാലും മക്കളോട് സ്നേഹം ഇല്ലായികയല്ല, അത് പ്രകടിപ്പിക്കാൻ പറ്റിയിരുന്നില്ല. അത് ഞങ്ങൾക്ക് പകർന്നു തന്നതാവുന്ന പിന്നീട് എനിക്ക് തോന്നിയത്. അങ്ങനെ ചേർത്ത് പിടിക്കലോ മക്കളെ അങ്ങനെയൊന്നും ചെയ്തില്ലല്ലോ. പണ്ടത്തെ അച്ഛന്മാരൊന്നും അങ്ങനെ ചെയ്യാറുമില്ല, സംസാരിക്കാറ് പോലുമില്ലല്ലോ അച്ഛനും മക്കളും. അതുകൊണ്ടല്ല ആ സ്നേഹം കൂടി ഞങ്ങൾക്ക് പകർന്നു കിട്ടിയിട്ടുണ്ടെന്നാ എനിക്ക് തോന്നുന്നത്. അതെ, കുട്ടികളോട് അല്ലെങ്കിലും അദ്ദേഹത്തെ കുറിച്ച് നമ്മൾ എപ്പോഴും കേട്ടിട്ടുള്ളത് വളരെ സ്നേഹവും ലാളനയുള്ള ആളാണ് എന്നാണ്. അതെ അതെ അതെ, വളരെ ഇഷ്ടമാണ്. കാഞ്ഞങ്ങാട് എന്റെ അമ്മ എന്നെ ഗർഭിണിയായ സമയത്ത്, ആ സമയം മുതലാണ് കൂടാളിന്ന് വന്നത് അമ്മ മുത്തശ്ശന്റെ അടുത്തുനിന്ന്. അമ്മ ഗർഭിണിയായ സമയത്ത് എന്റെ അച്ഛനും അമ്മയും മുത്തശ്ശനോട് പെർമിഷൻ ചോദിക്കാൻ പോയി അമ്മമ്മയെ കൂട്ടിക്കോട്ടെ എന്ന്. അപ്പ പറഞ്ഞു, പിന്നെന്താ, ഇപ്പോഴല്ലേ അമ്മയുടെ ആവശ്യം, അമ്മമ്മേനെ അയച്ചു. എന്നിട്ട് ഏകദേശം പ്രസവിച്ചു എന്നുള്ള കണക്ക് കൂട്ടലുണ്ടല്ലോ. അങ്ങനെയാണ് ഒരു ദിവസം അച്ഛനെ എഴുത്ത് കിട്ടി, എനിക്കിവിടെ ഭക്ഷണം ഒന്നും ശരിയാകുന്നില്ല ശ്രീധര, എന്റെ അച്ഛന്റെ പേര് ശ്രീധരൻ, ഞാൻ ലക്ഷ്മിയെ കൂട്ടിക്കൊണ്ടുപോകാൻ വരുന്നുണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ആള് പിറ്റേന്ന് എത്തി. അതിനൊരു മറുപടി അയക്കാനുള്ള സാഹചര്യം പോലും ഇല്ല. മുത്തശ്ശൻ കയറി വരുമ്പോ അമ്മമ്മ എന്നെ ഇങ്ങനെ എടുത്ത് പടി കടന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന കണ്ട ഉടനെ എന്റെ മടിയിൽ വെച്ച് വരുമെന്നു അങ്ങനെ എന്തോ പറഞ്ഞു. എന്നിട്ട് മുത്തശ്ശൻ എന്റെ 2 കുഞ്ഞിക്കാലുകളും എടുത്ത് മുത്തശ്ശന്റെ തലയിൽ വെച്ചു. എന്നിട്ട് പറഞ്ഞത്രേ, അയ്യോ ലക്ഷ്മി, നിന്നെ ഇപ്പൊ ആവശ്യം ഈ കുഞ്ഞിനാന്ന്, ഞാൻ പിന്നൊരിക്കാ വരാം എന്ന് പറഞ്ഞ് ഊണൊക്കെ കഴിച്ച് പതുക്കെ പോയി. അത് അമ്മ ഇപ്പോഴും പറയും, ആ സങ്കടം എനിക്ക് ഇപ്പോഴും തീർന്നില്ല എന്ന്. പിന്നെ അയക്കാൻ പറ്റിയില്ല അമ്മമ്മയെ മുത്തശ്ശന്റെ അടുത്തേക്ക്. അദ്ദേഹത്തിന്റെ ആ ഒരു ഓർമ്മ പുസ്തകത്തിലൊക്കെ കണ്ടിട്ടുള്ള ഒരു കാര്യം, അമ്മമ്മയും ഇതുപോലെ എഴുത്തിലും സാഹിത്യത്തിലും ഒക്കെ വളരെ താല്പര്യമുള്ളയാളായിരുന്നു എന്നാണ്. അതെ അതെ, അതേക്കുറിച്ച് എന്താണ് തോന്നിയിട്ടുള്ളത്? അമ്മമ്മ എഴുതുമായിരുന്നോ, വായിച്ചിട്ടുണ്ടോ? അമ്മമ്മ എഴുതുന്നു ഒന്നും എന്നോട് പറയായിരുന്നില്ല. ആ പുസ്തകത്തിൽ കണ്ടത് ഞാൻ ചോദിക്കും, മുത്തശ്ശൻ എഴുതിയിരുന്നല്ലോ എവിടെയോ, അതെ, കവിയുടെ കാൽപ്പാടുകളാണെന്ന് തോന്നുന്നു അല്ലേ? അതെ അതെ. പുതിയ ഭാഷ, പുതിയ രൂപം, പുതിയ ഭാവം, സാഹിത്യലോകം ഉറ്റുനോക്കി ആ വാങ്മയം പരിമളച്ചെപ്പ് തുറന്നു എന്നൊക്കെ ഞാനത് വാങ്ങിച്ചു കൊടുത്ത അമ്മമ്മയോട് ചോദിച്ചതാ, അമ്മമ്മ ഇതാ ഇങ്ങനെ എഴുതിയിട്ടില്ല മുത്തശ്ശൻ. അമ്മമ്മ എഴുതും, ചിരിക്കുക മാത്രം ചെയ്യും. അതൊക്കെ പണ്ടല്ലേ, അതൊരു നിസ്സാരവൽക്കരിച്ച് തള്ളിക്കളയും അമ്മ. എനിക്ക് തോന്നുന്നത് കവിയുടെ കാവ്യ സബര്യക്ക് ഭംഗം വരാതിരിക്കാൻ അരങ്ങിൽ നിന്നും മണിയറയിലേക്ക് സ്വയം ഒതുങ്ങിക്കൂടിയതാവണം എന്റെ അമ്മമ്മ. കാരണം കുട്ടികളും ഇതൊക്കെ ഉണ്ടാകുമ്പോ എന്തായാലും 2 പേരും ഇല്ലെങ്കിൽ ശരിയാവില്ലല്ലോ. പക്ഷെ പിന്നെയും ഒരുപാട് വായിക്കുമായിരുന്നു. ചുള്ളിക്കാടിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു, ബാലേന്ദ്ര ചുള്ളിക്കാടിനെ. മുത്തശ്ശന് ഭയങ്കര ഇഷ്ടമായിരുന്നല്ലോ. മുത്തശ്ശന്റെ അമ്മ കുറച്ചു നാള് വെള്ളിക്കൊത്ത വീട്ടിലുണ്ടായിരുന്നു. എനിക്കൊന്നൊരു 3-4 മാസം അവിടെ താമസിച്ചിരുന്നു. അപ്പൊ അത് അമ്മമ്മയോട് പറഞ്ഞതാ, ലക്ഷ്മി എനിക്ക് അവിടെ വന്ന് നിക്കണം, താമസിക്കണം എന്ന് പറഞ്ഞ്. ആ സമയത്ത് മുത്തശ്ശൻ നാട്ടിൽ വരുമ്പോ മുത്തശ്ശനും താമസിക്കും, അമ്മയുണ്ടല്ലോ അവിടെ. മുത്തശ്ശൻ വരുന്ന സമയത്ത് ഭയങ്കര സന്തോഷ. ഇപ്പൊ മുത്തശ്ശൻ സ്വയം പറഞ്ഞ എന്താ, ഒരു മുടിയനായ പുത്രനായിട്ടല്ലേ സ്വയം അങ്ങ് അവരോധിച്ചു വെച്ചിരിക്കുന്നത്. അങ്ങനെയല്ലേ മുത്തശ്ശന്റെ ആ ഒരു ഇത്. ആ മുത്തശ്ശൻ വരുന്നുണ്ടെന്ന് കേട്ടാ ഭയങ്കര സന്തോഷ. മുത്തശ്ശനെ വിളിക്കുന്നത് കുഞ്ഞീന, മുത്തശ്ശന്റെ അമ്മ വലിയ മുത്തശ്ശി വിളിക്കുന്നത് കുഞ്ഞീന. ശനിയാഴ്ച ആയിരിക്കും മിക്കവാറും വരിക, ശനി ഞായറും ഉണ്ടാവും. ഒരുപാട് ആൾക്കാര് വരും. കുഞ്ഞിരാമൻ വന്നിട്ടുണ്ടല്ലേ, അല്ലെങ്കിൽ കുഞ്ഞിരാമൻ വന്നു എന്ന് കേട്ടുമല്ലോ പറഞ്ഞിങ്ങനെ ഒരുപാട് ആൾക്കാർ, ബന്ധുക്കളായാലും ബന്ധുക്കളല്ലാത്തവരും ഒക്കെ വരും. പക്ഷെ ആരും കുഞ്ഞിരാമനെ കാണാറില്ല, മുത്തശ്ശനാരും കാണാറില്ല. കാരണം മുത്തശ്ശൻ മച്ചില മുറിയിൽ ഇരിക്കുന്നുണ്ടാവും. ഇല്ലില്ല, ആ വീട്ടിൽ നിന്ന് മുത്തശ്ശൻ എഴുതാറേ ഇല്ല. കാരണം അവിടെ ഒരുപാട് ഇങ്ങനെ വ്യവഹാരമൊക്കെ നടക്കുന്ന ഒരു കേസുകളും തീർപ്പ് കൽപ്പിക്കലൊക്കെ ഉണ്ടല്ലോ പണ്ട്, ഒരു നാട്ടുപ്രമാണിമാര്. അങ്ങനെയുള്ളൊരു കുടുംബ. അപ്പൊ ആൾക്കാർ വരും, ഓരോ കേസുകളും അതും ഇതൊക്കെ ആയി വരുമ്പോ അതിന്റെ ആ ഒരു ശാന്തത ഉണ്ടാവില്ലല്ലോ അവിടെ. അവിടുന്ന് ഒന്നും എഴുതാറില്ല. മോള് വെറുതെ കണ്ണടച്ച് കിടക്കും പറയും അമ്മ. അമ്മ പോയി നോക്കും. അമ്മ ഇങ്ങനെ 24 മണിക്കൂറും അച്ഛനെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കും. അത്ര ശ്രദ്ധിച്ച്, എനിക്ക് തോന്നുന്നു മറ്റേ ഒരു മക്കളും ഇത്രയധികം ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല, അത്ര ശ്രദ്ധിക്കും. അങ്ങനെ അത് ഓർമ്മയെന്ന് അങ്ങനെ എടുത്ത് പറയുകയും ചെയ്യും. അദ്ദേഹത്തെ കുറിച്ച് പൊതുവെ മലയാളികൾ ധരിച്ചു വെച്ചിട്ടുള്ളത് ഒരു സഞ്ചാരി അല്ലെങ്കിൽ അരാജക ജീവിതം നയിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിലാണ്. ഒരുപാട് എഴുത്തുമായിട്ട് കേരളം മുഴുവൻ സഞ്ചരിച്ച ഒരു കവി.
പക്ഷേ ഇപ്പോൾ അമ്മ എഴുതിയ ആ ഒരു ഓർമ്മ പുസ്തകത്തിൽ അദ്ദേഹത്തെക്കുറിച്ച് വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. അദ്ദേഹം കുടുംബത്തോടൊപ്പം ചെലവഴിച്ച സമയവും മക്കളുടെയും കുടുംബത്തിൻ്റെയും ഒക്കെ കാര്യങ്ങളിൽ ഓരോ കാര്യങ്ങളിലും ഇടപെട്ടിരുന്ന സംഗതികളെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ പൊതുസമൂഹത്തിൻ്റെ ഈ ഒരു ധാരണയെ കുടുംബം സത്യത്തിൽ അതിനെ തിരുത്തുന്നതായിട്ടാണ് തോന്നിയത്. കേരളീയ പൊതുസമൂഹം മനസ്സിലാക്കിയിട്ടുള്ള അല്ലെങ്കിൽ അറിഞ്ഞിട്ടുള്ളതിൽ നിന്നും വ്യത്യസ്തമായ രീതിയിലാണോ കുടുംബം അദ്ദേഹത്തെ നോക്കിക്കാണുന്നത്? തീർച്ചയായിട്ടും ഏറെ തെറ്റിദ്ധരിക്കപ്പെട്ടു പോയ ജന്മം തന്നെയാണ് മുത്തശ്ശൻ്റെത്. ആത്മകഥാംശമുള്ള ഗദ്യങ്ങളിൽ കുടുംബജീവിതത്തെ പറ്റി കവി പറയാതെ പോയതൊരു കാരണം ആവാം ചിലപ്പോ. അമ്മമ്മയോട് ഞാനതേപ്പറ്റി ചോദിച്ചപ്പോ സങ്കടമോ ദേഷ്യമോ ഒക്കെ തോന്നുന്നില്ലേ എന്നൊക്കെ ചോദിച്ചപ്പോ കിട്ടിയ മറുപടി, തനിച്ചാക്കി പോവേ, ദേഷ്യം തോന്നിയേ എന്തിനാ മോളെ, അദ്ദേഹത്തിന്റെ മനസ്സിൽ ഞാനും എന്റെ മനസ്സിൽ എന്നും അദ്ദേഹവും ഉണ്ടല്ലോ എന്നാ പറഞ്ഞത്. ഈ ഒരു മറുപടി കിട്ടിയ ശേഷം എനിക്ക് ഈ കാര്യം ഓർത്തു വേവലാതിപ്പെടേണ്ടി വന്നിട്ടില്ല. വേറൊരു കാര്യം എന്താ വെച്ചാൽ, ആ പ്രായത്തിൽ മുത്തശ്ശനെ കുറിച്ച് പറയാൻ തുടങ്ങുമ്പോ ഉണ്ടല്ലോ, ആ മുഖം വിടരുന്നതും കണ്ണുകള് പ്രകാശമാനമാവുന്നതും ഒക്കെ ഞാൻ ശ്രദ്ധിക്കും. അദ്ദേഹത്തിന്റെ അവസാന നാളുകൾ എവിടെയായിരുന്നു അദ്ദേഹം ചെലവഴിച്ചിരുന്നത്? മരണവുമായി ബന്ധപ്പെട്ട് ആ ഒരു വാർത്തയൊക്കെ അറിയുന്നത് എങ്ങനെയാണ്? അവസാന നാൾ വെച്ചാല് അത് CP സത്രത്തിലായിരുന്നല്ലോ മരണം. എനിക്കൊന്ന് 17-18 വയസ്സാണെന്ന് തോന്നുന്നു. റേഡിയോയിൽ കൂടി അറിഞ്ഞത് കേട്ടോ മരിച്ചു എന്നുള്ളത്. അമ്മമ്മ ഒരക്ഷരം മിണ്ടുന്നുണ്ടായിരുന്നില്ല ആ സമയത്ത്. ഞാനാണെങ്കിൽ അടുത്തിങ്ങനെ ചേർന്നിരിക്കുന്ന, കാരണം ഇതെന്തായാലും സഹിക്കാൻ പറ്റില്ല എന്ന് എനിക്കറിയാം. എന്നോട് പറഞ്ഞു, അവസാനം ചിരിച്ചുകൊണ്ട് ഇങ്ങനെ തലയാട്ടിക്കൊണ്ട് ആ യാത്ര പറഞ്ഞ മുത്തശ്ശൻ മരിക്കുന്നതിന് മുമ്പ് വന്ന് യാത്ര പറഞ്ഞു പോയപ്പോ ഞാൻ ഓർത്തു, ചിലപ്പോ അത് ആ മുഖം തന്നെ മനസ്സിൽ ഇരിക്കുമല്ലോ. അപ്പൊ അത് കണ്ടാ പിന്നെ അതായിരിക്കില്ലേ നമ്മുടെ മനസ്സിൽ ഉണ്ടാവുക, അതായിരിക്കും അവസാനം മനസ്സിൽ വെച്ചത് അല്ലേ? അതെ അതെ, ആ മനസ്സിൽ എപ്പോഴാ തലയാട്ടിക്കൊണ്ട് ചിരിച്ച ആ മുഖം മനസ്സിൽ വെക്കാൻ വേണ്ടി തന്നെയാണ് അമ്മമ്മ പോകാണ്ടിരുന്നതെന്ന് തോന്നുന്നു എനിക്ക്. 1978 മെയ് 27 തിരുവനന്തപുരത്തെ CP സത്രത്തിലെ 11-ാം നമ്പർ മുറിയിൽ വെച്ച് ഹൃദയസ്തംഭനം മൂലം P. കുഞ്ഞിരാമൻ നായർ അന്തരിച്ചു. കവിതയിലും ജീവിതത്തിലും താൻ തിരഞ്ഞെടുത്ത വഴികളിലൂടെ സധൈര്യം സഞ്ചരിച്ച അദ്ദേഹം പ്രകൃതിയെയും മനുഷ്യനെയും അതിരറ്റ് സ്നേഹിച്ചു. കാളിദാസന് ശേഷം പിറന്ന കവിയെന്ന് സുകുമാർ അഴീക്കോടും വാക്കുകളുടെ മഹാബലിയെന്ന് KGSും വിശേഷിപ്പിച്ച ഭാവനാ മാഹാത്മ്യത്തെ P എന്ന ഒറ്റയക്ഷരം കൊണ്ടാണ് മലയാളികൾ ഹൃദയത്തിൽ സ്വീകരിച്ചത്. സസ്നേഹത്തിൽ കവി P. കുഞ്ഞിരാമൻ നായരെക്കുറിച്ചുള്ള ഓർമ്മകൾ ഫഹദ് റാസയുമായി പങ്കുവച്ചത് കൊച്ചുമകൾ ജയശ്രീ വടയക്കളം. സസ്നേഹം. മൺമറഞ്ഞു പോയ പ്രമുഖരെ പ്രിയപ്പെട്ടവർ ഓർമ്മിക്കുന്ന പരിപാടി. നിർവഹണം ഫഹദ് റാസ.